വാങ്ങിയ പൈസയുടെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇടുക്കി MP, മൂവാറ്റുപുഴ MLA ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് കാശ് വാങ്ങിയ ആളുകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പേരും പറയാൻ കഴിയില്ല. ആരെങ്കിലും ഈ പറയുന്ന ആളുകൾ ഈ 60,000 ഉറുപ്പ്യക്ക് സ്കൂട്ടർ തരുമെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും. അവരുടെ കാശ് ഇവർ വാങ്ങി സ്കൂട്ടറും കൊടുത്തില്ല, കാശും തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയൊന്നും ഒരു ന്യായീകരണവും ഞങ്ങളില്ല. അതിനെ ന്യായീകരിക്കണം. അത് കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP എന്ന് കാണേണ്ട ഒന്നല്ല. അത് MP ജയരാജൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും തെറ്റാണ്. അപ്പോൾ വാങ്ങിയ മാത്യു കുഴൽനാടനാണെങ്കിൽ കുഴലിലൂടെ അഴിമതിയെ കണ്ടെത്തുന്ന വിദഗ്ധനാണ്. അതുപോലെ ഒരാളെ വേറെ കാണാൻ കഴിയില്ല. പക്ഷെ കുടുങ്ങിയില്ലേ, കുഴലിലൂടെയാണ് പണം വാങ്ങിയത്. അതുകൊണ്ട് ആ മാത്യു കുഴൽനാടൻ പോലും വാങ്ങിയ പാർട്ടിയുടെ നേതാക്കൾ CPM-നെതിരായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടിവിടുകയാണ്. അതിനെ ഒരു മോഹനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഏതായി മോഹനെന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തട്ടെ. അതിൽ തികച്ചും വാസ്തവ വിരുദ്ധമാണെന്ന് തെളിഞ്ഞിട്ട് ചോദിക്കുക. തങ്കമണി അദ്ദേഹത്തിൻ്റെ വീടാണ്. എനക്കൊക്കെ നേരിട്ടറിയുന്നതാണ് ഈ CV വർഗീസ്. അയാളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കൃഷിപ്പണി അവിടെ ചെയ്ത് എന്നിട്ടാണ് പാർട്ടി ഓഫീസിലേക്ക് വരാറ് പണ്ട്. ആ CV വർഗീസിൻ്റെ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. നീ പറഞ്ഞ അക്കൗണ്ട് വർഗീസ് മാറിപ്പോയിട്ടുണ്ടാവും. അത് വർഗീസ് ജോർജ് ആവാനാണ് സാധ്യത. തമാശയല്ലാന്ന്. വർഗീസിനെ CV വർഗീസിനെ അറിയുന്ന ഈ മണിയാശാൻ്റെ അതേ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം പ്രകാശ ഭാഷയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് കേട്ടാ. അപ്പോൾ ആ വർഗീസിനെ പറ്റി പറയുന്നത് സുരേന്ദ്രനുമുണ്ട്. അപ്പോൾ വർഗീസിനെ പറ്റി പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ ബാങ്കിൽ പോയല്ലോ, അതറിഞ്ഞിട്ടില്ലേ? കോൺഗ്രസ്സുകാർ ബാങ്കിൽ പോയി, സെക്രട്ടറി എല്ലാ അക്കൗണ്ടും പരിശോധിച്ചു നോക്കി. CV വർഗീസ് ഇന്ന അഡ്രസ്സുകാരന് ഇവിടെ അക്കൗണ്ട് ചെയ്യില്ല, തീർന്നില്ല. അതുകൊണ്ട് ഇനി മനോജ് വേറെ ആളോട് ചോദിക്കണ്ട.